സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മയക്കുമരുന്ന് കച്ചവടത്തെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാൻ വളരെ ബോധപൂർവം സംസ്ഥാന സർക്കാരും CPM-ഉം ശ്രമിക്കുകയാണ്. സംഘടിതവും ആസൂത്രിതവുമായ ഒരു പദ്ധതിയാണ് ഗവൺമെന്റും CPM-ഉം ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങും എന്ന് ബോധ്യമായപ്പോഴാണ് എല്ലാ നിയമങ്ങളെയും ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമാനുസൃതമായ അന്വേഷണം അട്ടിമറിക്കാനുള്ള സംഘടിതമായ നീക്കം CPM നടത്തിക്കൊണ്ടിരിക്കുന്നു. അഴിമതിയെ പറ്റിയുള്ള അന്വേഷണം തടയാൻ കേരള നിയമസഭയെ പോലും ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ നടന്ന അട്ടിമറി നീക്കങ്ങളെ സംബന്ധിച്ച് നമുക്കത് പരിശോധിക്കാം. ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കർണാടകത്തിലേക്ക് ഒളിച്ചു കടന്നു. വളരെ സൗകര്യപൂർവ്വം പോലീസിന്റെ സഹായത്തോടെയാണ് അവർ ബാംഗ്ലൂരിൽ എത്തിയത്. പോകുന്ന വഴിക്ക് അവർ സ്വപ്ന സുരേഷ് ഒരു ശബ്ദ സന്ദേശം നൽകി. സർക്കാരിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നായിരുന്നു സ്വപ്ന തന്റെ സന്ദേശത്തിൽ പറഞ്ഞത്. 2, CBI അന്വേഷണം തടയാൻ വേണ്ടി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നിട്ട് നായിക് രാമായണം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ CBIക്ക് കിട്ടുന്നതിന് മുമ്പ് വിജിലൻസ് കൈക്കലാക്കിയുണ്ടായി. 3, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ സൂക്ഷിച്ച സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസറുടെ മുറിയിൽ തന്നെ തീപിടുത്തമുണ്ടായി. 4, വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷണം തടയാൻ വേണ്ടി കോടതിയിൽ പോയി. 5, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED സെർച്ച് ചെയ്ത സന്ദർഭത്തിൽ ബാലാവകാശ കമ്മീഷനെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് തടസ്സപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. 6, വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയെ പറ്റിയുള്ള അന്വേഷണം തടയുന്നതിന് നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയെ ദുരുപയോഗപ്പെടുത്തി. രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട സ്പീക്കർ ഇതിൽ ഇടപെടുകയും രാഷ്ട്രീയമായ തന്റെ പക്ഷപാതിത്വം ദുരുപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തത്. 7, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് തടവിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം തയ്യാറാക്കി ആസൂത്രിതമായി പുറത്തുവിട്ടു. ഈ 7 കാര്യങ്ങൾ തെളിയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാനും തടസ്സപ്പെടുത്താനും ബോധപൂർവമായി ശ്രമിച്ചു എന്നുള്ളതല്ലേ? ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ആ ഭരണഘടനാ സ്ഥാപിതമായ ഒരു ഗവൺമെന്റ് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന
അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ആലോചിക്കണം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീപിടിച്ചതിനെ സംബന്ധിച്ച് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ ബോധപൂർവം പ്രോട്ടോകോൾ ഓഫീസറുടെ ഓഫീസിലെ ഫയലുകൾ മുഴുവൻ തീവെന്തു. എങ്ങനെ വെന്തു? ഇപ്പോൾ ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. തീപിടുത്തത്തെ പറ്റി ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. ആ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ആ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സമ്മർദ്ദത്തിലാക്കി. വസ്തുതകൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടപ്പോഴാണ് ഗവൺമെന്റ് ഹാലിളകിയത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് സർക്കാരും നിയോഗിച്ച സമിതിയും പോലീസും തുടക്കം മുതൽ പറഞ്ഞു. എന്നാൽ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല എന്ന് ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? ഫോറൻസിക് കണ്ടെത്തലിനെ അട്ടിമറിക്കാൻ അപ്പോൾ തന്നെ ശ്രമം നടന്നു. തീവെപ്പിന്റെ യഥാർത്ഥമായ അട്ടിമറി ശ്രമങ്ങൾ കണ്ടെത്തിയപ്പോൾ ഗവൺമെന്റിന് ഒന്ന് സംസാരിക്കാനില്ലാതായി മാറി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറഞ്ഞു വന്ന മുഖ്യമന്ത്രി സ്വരം മാറ്റിയത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പാർട്ടിയും അന്വേഷണ ഏജൻസികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്? ഇടതുമുന്നണിയുടെ അഴിമതി അന്വേഷണത്തിനെതിരെയുള്ള സമരം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ സ്വരമാറ്റം അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അഴിമതിയിൽ അന്വേഷണത്തിൽ താൻ പെടുമെന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ സ്വരം മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വെളിവാകും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി ഉറഞ്ഞു തുള്ളുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശിവശങ്കറും സ്വപ്ന സുരേഷും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കിണഞ്ഞു പരിശ്രമിക്കുന്നത്? ആ ശ്രമം ഇന്ന് വ്യക്തമാവുകയാണ്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു: ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് മുഖ്യമന്ത്രിയുടെ അറിവുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കേണ്ടതായി വരുന്നു. മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് ശിവശങ്കർ പറയുന്നു. രാഷ്ട്രീയക്കാരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന് ശിവശങ്കർ കോടതിയിൽ പറഞ്ഞു. ഇപ്പൊ സ്വപ്ന സുരേഷ് പുറത്തുവിടുന്ന ശബ്ദരേഖ എന്താണ്? മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാരിന്റെ അധീനതയിൽ ജയിലിൽ കഴിയുന്ന ഒരു പ്രതി ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് എങ്ങനെ? ഇത് അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ തകർക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരുക്കിയ ഒരു കള്ളക്കളിയാണിത്. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു കള്ളക്കളിയാണിത്. സ്വപ്നയുടെ ശബ്ദരേഖയുടെ പിന്നിൽ CPM-ന്റെ ഗൂഢാലോചന ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ശബ്ദരേഖ വന്നതിന്റെ പിന്നാലെ മുഖ്യമന്ത്രിയാണ് അന്വേഷണ ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നത് എന്ന്
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെ കേന്ദ്ര ഏജൻസികൾ അട്ടിമറിക്കാൻ നോക്കുന്നു. അവരെന്ത് അട്ടിമറിച്ചെന്നാ പറയുന്നത്? ഏത് വികസനമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല. ആകെ നടക്കുന്നത് കള്ളക്കച്ചവടം, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, അഴിമതി, പിൻവാതിൽ നിയമനം, കൺസൾട്ടൻസി കമ്മീഷൻ, അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അല്ലാതെ ഇവിടെ എന്ത് നടക്കുന്നു? വികസന പദ്ധതികൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന ഓരോ പദ്ധതിയും വൻ കൊള്ള നടത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. ലൈഫിലെ പദ്ധതികളെ പറ്റി പറഞ്ഞില്ലേ? കമ്മീഷൻ ആരാ തട്ടിയത്? ഇതുപോലെ നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി കമ്മീഷൻ അടിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ഇതിലൂടെ പൊളിഞ്ഞു പോയതല്ലേ? കെഫോൺ ആണെങ്കിലും കേരളയിലാണെങ്കിലും എല്ലാത്തിന്റെയും പിന്നിൽ കമ്മീഷൻ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടികൾ തട്ടുന്ന വിദ്യയാണ്. അതെല്ലാം ഇപ്പോൾ പകൽ പോലെ സത്യമായി തെളിഞ്ഞു വന്നപ്പോൾ വികസനത്തെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പൊറാട്ട് നാടകം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഗൂഢസംഘമാണ് ഈ അഴിമതികൾ മുഴുവൻ നടത്തിയത്. അത് പിടിക്കപ്പെടും. രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ സ്വരം മാറിയത്. തന്നിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി വികസനം അട്ടിമറിക്കുന്നു എന്നുള്ള വൈത്താരിയുമായി ഇറങ്ങിയിരിക്കുന്നത്. അതുവരെ അന്വേഷണ ഏജൻസിയെ പറ്റി അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരള ഗവൺമെന്റും CPM-ഉം LDF-ഉം എത്ര ശ്രമിച്ചാലും ഈ അഴിമതികൾ മൂടിവെക്കാൻ കഴിയില്ല. ഈ അഴിമതികളൊക്കെ പുറത്തു വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വഴിതിരിച്ചു വിടാനും ഇല്ലാതാക്കാനും ഗൂഢാലോചന നടക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുന്നു. മുഖ്യമന്ത്രി അതിന് പാർട്ടിയെയും LDF-നെയും ചട്ടുകമാക്കുകയാണ്. ഇതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഈ അന്വേഷണത്തിലൂടെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ എന്തിനാണ് CPM ഇത്ര പരിഭ്രാന്തിപ്പെടുന്നത്? മുഖ്യമന്ത്രിക്ക് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ അന്വേഷണത്തെ ധീരമായി നേരിടുകയല്ലേ വേണ്ടത്? അപ്പോൾ തന്നിലേക്ക് അന്വേഷണം വരുമ്പോൾ താൻ കുടുങ്ങും, കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടുങ്ങുമെന്ന് കണ്ടപ്പോഴാണ് അന്വേഷണത്തെ അട്ടിമറിക്കാനും അത് വഴിതിരിച്ചു വിടാനും ഗൂഢാലോചന നടക്കുന്നു. ഇതിന് ഒരു വിജിലൻസിനെ ദുരുപയോഗപ്പെടുത്തുന്നു, പോലീസിനെ ദുരുപയോഗപ്പെടുത്തുന്നു, നിയമസഭയെ ദുരുപയോഗപ്പെടുത്തുന്നു, മറ്റ് ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഇന്ന് ഒരു പ്രമുഖമായ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. CPM-ന്റെ 2 മന്ത്രിമാർ മഹാരാഷ്ട്രയിൽ 200 ഏക്കറോളം ഭൂമി ബിനാമി പേരിൽ സ്വന്തമാക്കിയതിനെ പറ്റി ED അന്വേഷിക്കുകയാണ് എന്നാണ് അവർ പുറത്തു വന്നത്. ഈ മന്ത്രിമാരാരാണ് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. അടുത്തിടെ വിരമിച്ച ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഭൂമി തരപ്പെടുത്തിയതെന്നാണ് വാർത്ത. ഈ വാർത്ത ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇതേപ്പറ്റി ഒരു ശരിയായ അന്വേഷണം
അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് CAG റിപ്പോർട്ടിനെ പറ്റി തോമസ് ഐസക് നടത്തുന്ന കള്ളപ്രചരണമാണ്. ഈ ഐസക്കിന് എന്ത് പറ്റി? ബുദ്ധി കൂടിപ്പോയതുകൊണ്ടുള്ള കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ റിപ്പോർട്ടിൽ എങ്ങനെയാണ് കരട് റിപ്പോർട്ടില്ലാത്തത് വന്നത്? കരട് റിപ്പോർട്ടില്ലാത്ത അത് വരും. അതാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ എക്സിറ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ CAGക്ക് നിഗമനങ്ങൾ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കാം. സാധാരണഗതിയിൽ ചെയ്യാറുള്ള കാര്യമാണ്. പാമോലി കേസിൽ കെ കരുണാകരന്റെ പേര് കരട് റിപ്പോർട്ടില്ലായിരുന്നു. ഫൈനൽ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്ത് ഒക്കെ പിടിച്ചിട്ടാണ് ഇടതുമുന്നണി CPM അദ്ദേഹത്തെ വേട്ടയാടിയത്. പാമോലി കേസിൽ കരട് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി കെ കരുണാകരനെ CAG പരാമർശിച്ചില്ല. ഫൈനൽ റിപ്പോർട്ടിൽ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി ഇറക്കുമതിക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇറക്കുമതി നടത്തിയെന്ന് എഴുതി ചേർത്തു. അത് ഉന്നയിച്ചുകൊണ്ടാണ് കരുണാകരനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം കേരളത്തിൽ നടത്തിയത്. ആരായിരുന്നു ആ സമരങ്ങൾ? എന്തിനായിരുന്നു? കൂട്ടിച്ചേർത്തത് ഉപയോഗിച്ച് പ്രക്ഷോഭം നടത്തിയവർ ഇപ്പൊ ഗൂഢാലോചന എന്ന് പറയുന്ന ഇരട്ടത്തപ്പല്ലേ. മാത്രമല്ല കരട് റിപ്പോർട്ട് ഇല്ലാത്ത ഫൈനൽ റിപ്പോർട്ടിൽ മാത്രം എഴുതി ചേർത്തു ഐസക് പറയുന്നത് മാത്രമാണ്. ഇതിനെന്താ തെളിവ്? നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യമന്ത്രി എങ്ങനെ വിശ്വസിക്കും? അങ്ങനെയാണ് അതിന്റെ കോപ്പി ഞങ്ങൾക്ക് തരണ്ടേ? അദ്ദേഹം പറയുന്നു പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണ്? പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ അതിന്റെ കോപ്പി കിട്ടണ്ടേ? ഞങ്ങൾക്ക് കരടെങ്കിൽ കരട്, ഫൈനലെങ്കിൽ ഫൈനൽ, അത് ഞങ്ങൾക്ക് തരണ്ടേ? എന്നിട്ട് വേണ്ടേ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ? ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് കിട്ടിയ കോപ്പി പൊട്ടിച്ച് വായിക്കുന്നത് ഔചിത്യക്കുറവാണ്. അത് ശരിയല്ല. ഒരു ധനകാര്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കരടും ഫൈനലും കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മന്ത്രി ആണ് തോമസ് ഐസക് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ മനഃപൂർവ്വം അസത്യം പറയുകയും കള്ളപ്രചരണങ്ങൾ നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യമല കിഫ്ബി സംബന്ധിച്ച് ഓഡിറ്റ് ഇനിയും പൂർത്തിയാകാനുണ്ടെന്നാണ് CAG റിപ്പോർട്ടിൽ അവരുടെ ഓഫീസ് പറയുന്നത്. അപ്പൊ ഏത് റിപ്പോർട്ടിനെ പറ്റിയാണ് അദ്ദേഹം ഈ പറയുന്നത്? ഏതായാലും തോമസ് ഐസക് ഒരു കാര്യം നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് സ്വയം അപഹാസ്യനാവുകയാണ് ചെയ്തത്. ഞാൻ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യാം. ഇത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിഷേധിച്ച ഒരു കാര്യമാണ്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ്. അന്ന് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ ഓഫീസിൽ ഇരുന്ന് പ്രവർത്തിച്ച ആളാണ്. ഇവിടെ ആരും കോഴ തന്നിട്ടുമില്ല, ആരും വാങ്ങിച്ചിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയുമല്ല. അന്ന് അതിനെപ്പറ്റി ബിജു രമേശ് 164 കൊടുത്ത സന്ദർഭത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ഒരു ടേപ്പ് ഉണ്ടെന്നാണ്. അതിനെ സംബന്ധിച്ച് 3 അന്വേഷണം നടന്നു. 3 അന്വേഷണം നടന്നു. ഇപ്പൊ ഹൈക്കോടതിയിലും വിജിലൻസ് കോടതിയിലും ആ പരാതി നൽകുകയാണ്. ഈ 2 അന്വേഷണത്തിലും ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ലോകായുക്ത അന്വേഷിച്ചു, അതും തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ഈ ശബ്ദരേഖയെ പറ്റിയാണ് പറഞ്ഞത്. ആ ശബ്ദരേഖ വ്യാജമാണ് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണ്. കേരളത്തിൽ മാത്രമല്ല, അഹമ്മദാബാദിൽ അയച്ച് അത് കള്ളമാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെന്റ് വന്ന സമയത്തും അന്വേഷിച്ചു. ശങ്കരന്റെ വിദേശ ഡയറക്ടറായിരുന്നപ്പോൾ അന്വേഷിച്ചു, തള്ളി. ജേക്കബ് തോമസ് അന്വേഷിച്ചു, അദ്ദേഹം ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതാണ്.
ഈ റിപ്പോർട്ടെല്ലാം ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ മുമ്പിലാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലാണ്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് സബ്ജുഡീസായ കാര്യമാണ്. കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരമില്ല. പ്രാഥമിക അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. എനിക്ക് അതിനൊന്നും ഒരു പരാതിയില്ല. ഏത് അന്വേഷണം നടക്കട്ടെ, എന്റെ കൈകൾ പരിശുദ്ധമാണ്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇതൊരു കള്ളമാണ്, ഈ ടേപ്പ് കള്ളമാണ് എന്ന് 2 തവണ അന്വേഷിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്വേഷിച്ചു തെളിഞ്ഞു, ഈ ഗവൺമെന്റ് കാലത്തും അന്വേഷിച്ചു തെളിഞ്ഞു. എന്നിട്ട് ആ റിപ്പോർട്ട് കോടതിയിൽ നിൽക്കുകയാണ്. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പിന്നെ എങ്ങനെയാണ് വീണ്ടും പ്രാഥമിക അന്വേഷണത്തിൽ വിടാൻ കഴിയുന്നത്? പ്രാഥമിക അന്വേഷണത്തിന് വിടണമെന്നൊരു പുതിയ വെളിപ്പെടുത്തൽ വേണം. ഇത് പഴയ വെളിപ്പെടുത്തലാണ്. പഴയ വെളിപ്പെടുത്തൽ ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോഴും അന്വേഷിച്ചു, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോഴും അന്വേഷിച്ചു, 2 ഗവൺമെന്റുകളുടെ കാലത്തും അന്വേഷിച്ചു. കഴമ്പില്ല എന്ന് കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് അത് വിജിലൻസിന്റെ തിരുവനന്തപുരം കോടതിയിൽ നിൽക്കുകയാണ്. മാണിസാർ മരിച്ചത് കൊണ്ടാണ് ബാർക്കോട് കേസ് പിന്നെ മുന്നോട്ട് പോകാഞ്ഞത്. ഹൈക്കോടതിയിൽ ഈ കേസാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഒന്നുകൂടി അന്വേഷിച്ചോണ്ട് മുഖ്യമന്ത്രി അതുകൊണ്ടൊന്നും പ്രതിപക്ഷ നേതാവിനെ നിശബ്ദനാക്കാമെന്ന് കരുതണ്ട. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മുഴുവൻ അഴിമതിയും ഒരു സംശയവുമില്ലാതെ കേരള ജനതയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. അതിന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഒരു സംശയവും വേണ്ട. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ എത്ര അന്വേഷണം വേണമെന്ന് ചോദിച്ചോളൂ. നിങ്ങളുടെയും നിങ്ങളുടെ സർക്കാരിന്റെയും അഴിമതിയും കൊള്ളയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ, നടപടികൾക്ക് മുമ്പിൽ പ്രതിപക്ഷ നേതാവായി ഞാൻ തന്നെ ഉണ്ടാകും. ഐഫോൺ വിവാദത്തില് സന്തോഷ് ഈപ്പനെതിരെ അങ്ങൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 15 ദിവസത്തിനകം ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ്. ഇത് ഡയറക്റ്റ്ലി ഉള്ള ഒരു ഡിഫാമേഷൻ ആണ്. താങ്കൾക്കെതിരെയുള്ള ഒരു മാനനഷ്ട കേസിന് ഏറ്റവും പ്രാപ്യമായ ഒരു കേസാണ്. ഓക്കെ, അപ്പോൾ ബിജു രമേശിനെതിരെ ഇതുവരെ മാനനഷ്ട കേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതോ ഇനി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഗവൺമെന്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം ഞാൻ വിശദീകരിച്ചല്ലോ, ഇത് 2 തവണ അന്വേഷിച്ചിട്ട് തെളിവില്ലെന്ന് പറഞ്ഞു വിട്ടതാണ്. അദ്ദേഹം പറയുന്ന ശബ്ദരേഖ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതാണ്. ബിജു രമേശ് പറഞ്ഞ വ്യാജരേഖ ആ വ്യാജരേഖയാണെന്ന് കണ്ടെത്തി. ജേക്കബ് തോമസ് കണ്ടെത്തി ഈ ഗവൺമെന്റ് കാലത്ത്. അഹമ്മദാബാദിൽ അയച്ച രേഖ അത് അവിടുന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ ഡിഫമേഷനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം വെറുതെ അങ്ങ് പറയുകയല്ലേ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, ഇടതു മുന്നണിക്ക് വേണ്ടി നടത്തുന്ന കള്ളപ്രചരണങ്ങളാണിത്. അതുകൊണ്ടൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. ഈ സർക്കാരിന്റെ കൊള്ളകൾക്കും അഴിമതികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തന്നെ തുടരും. മറ്റ് നിയമ നടപടികൾ എന്ത് വേണമെന്നുള്ളത് ഞാൻ ആലോചിക്കും. ഞാനും ആ വാർത്ത ശ്രദ്ധിച്ചു. ഗവൺമെന്റാണ് മറുപടി പറയുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത് സ്വർണ്ണ കള്ളക്കച്ചവടം, സെക്സ് റാക്കറ്റ്, അഴിമതി, ഡോളർ കച്ചവടം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതൊക്കെ നടക്കാമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത്? പരിശോധന ഞാൻ പറഞ്ഞത് 3 ലോകായുക്ത അന്വേഷിച്ചിട്ട് തള്ളി കളഞ്ഞു, 2 തവണ അന്വേഷിച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞു. ഇനിയോ ഹൈക്കോടതിയോ ഏത് കോടതി വേണമെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷണത്തിനൊന്നും ഒരു തരത്തിലും എതിരല്ല. ഇല്ലാത്ത കാര്യം, നടക്കാത്ത കാര്യം. ഇപ്പൊ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അഴിമതിക്കാരനാണെന്ന് വരുത്തണം. അതിനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. 374 കോടി രൂപയുടെ ലാവലിംഗ് കേസിൽപ്പെട്ട് 5ാം പ്രതിയായി ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രി.
ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങുന്നു. അപ്പൊ അദ്ദേഹത്തോടൊപ്പം എന്നെ കൂടി മോശക്കാരനാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമമാണ്. നടക്കട്ടെ, ഒരു കുഴപ്പമില്ല, അന്വേഷിക്കട്ടെ. ഞാൻ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അഴിമതിക്കാരനാണെന്ന് വരുത്താൻ നടത്തുന്ന ശ്രമമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒരു സൂചനയില്ല. അന്വേഷണം ഗവൺമെന്റാ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനോ അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ തടയുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം അതിന് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കത്ത് കൊടുത്തിരുന്നു അന്ന്. കാരണം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതിനെ തടയാനുമുള്ള നീക്കം ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വിശദമായി ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തതാണ്. അത് തള്ളിയിട്ടാണ് ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നത്. അതിന് പറട്ടെ, ഇങ്ങനെ വരുന്നത് നോക്കാം. അത് ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയതിനെതിരെയാണ് CBI സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. 5ാം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ആ കേസ് വിചാരണയ്ക്ക് എടുത്തിട്ടില്ല. അത് BJPയും CPMും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് ഇവരെ എടുക്കാത്തത്. 20 തവണ മാറ്റിവെക്കുകയാണ് ഒരു കേസ്. 20 ടൈംസ് ലാവ്ലിൻ കേസ് വിചാരണ അത് എടുക്കാതെ വിടുകയാണ്. അപ്പൊ CPMും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടാണിത്. ഇന്ന് വരെ BJPക്കെതിരായിട്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ടോ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായിട്ടോ രാഷ്ട്രം പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ BJPയുമായിട്ട് കൂട്ടുകെട്ടുള്ളത് എവർക്കാണ്. അവരുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ്. ആ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഇതെല്ലാം. പാർട്ടിയുമായിട്ട് അതൊക്കെ പറഞ്ഞ